എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കോഴിക്കോടൻ ബിരിയാണിയാണ്. അതിലേക്ക് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ 5 ഉള്ളി, 2 തക്കാളി, പച്ചമുളക് അടുപ്പത്താണ് വയ്ക്കുന്നത്. എന്നിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് 100 ഡാൽഡ അല്ലേ പാക്കറ്റ്, അതിൻ്റെ ഭാഗം എടുത്ത് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് വഴറ്റി വരാനായിട്ട് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ്. അതെന്നാൽ പെട്ടെന്ന് ഇതായി കിട്ടും. എന്നിട്ട് അതിലേക്ക് പച്ചമുളക്, തക്കാളി നമ്മൾ മാറ്റി വെച്ച അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് വേണ്ടത് പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഒരല്ലി, പിന്നെ മല്ലിച്ചപ്പും പുതിനയും, ഇതെല്ലാം കൂടി അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് നല്ലോണം വഴറ്റിയതിന് ശേഷം അടുപ്പത്ത് വെക്കുന്നതിനെ കൊണ്ട് നല്ല ചൂടായിരിക്കും, അതുകൊണ്ടൊന്ന് മാറ്റിയിട്ട് പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് മസാലകളൊക്കെ ചേർക്കുക. ആദ്യം ബിരിയാണി മസാല ചേർക്കുന്നുണ്ട്, അത് 1 സ്പൂണാണ് ചേർക്കുന്നത്. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ മല്ലിപ്പൊടി ചേർത്താൽ മതി. ഞങ്ങൾ 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയിലേക്ക് ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കുക. അടുപ്പത്ത് വെക്കുമ്പോൾ നല്ല തീയുള്ളത് കാരണം ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ വെന്ത് വന്നതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് എരിവിന് വേണ്ടിയിട്ട്. അതിലേക്ക് പിന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ബിരിയാണി മസാല തയ്യാറായി കഴിഞ്ഞു. മസാല ഉണ്ടാക്കിയതിന് ശേഷമാണ് ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നത്. അതിന് പാത്രം അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ബാക്കിയുള്ള ഡാൽഡ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡാൽഡ ചൂടായി വരുമ്പോൾ അതിലേക്ക് നൈസായി അരിഞ്ഞു വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് പെട്ടെന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് പൊടിയും ചേർക്കുന്നുണ്ട്. അങ്ങനെ അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് പിന്നെ ഡാൽഡ ഒഴിച്ചിട്ട് അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1 കിലോ കൈമ റൈസാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പിലേക്ക് 2 കപ്പ് വെള്ളം, അങ്ങനെയാണ് ഇതിൻ്റെ അളവ്. അപ്പോൾ നമ്മളിതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കറുവപ്പട്ട, ഏലക്ക, പിന്നെ ഗ്രാമ്പൂ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു നാരങ്ങ, അതും നാരങ്ങേൻ്റെ നീരില്ലേ, ചെറുനാരങ്ങ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നമ്മുടെ കൈമ റൈസ് കഴുകി വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റൈസ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതാ മൂപ്പിച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചിക്കൻ ബിരിയാണി ഇതാ റെഡി ആയിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.